കാസർഗോഡ് പൂവലിൽ മാതാവിനെ മകൻ മൺവെട്ടി കൊണ്ട് തലക്കടിച്ചു കൊന്നു. പക്ഷെ അവൻ രണ്ടാമതാ ചെയ്തതിന് ഞങ്ങൾക്ക് നഷ്ടം വന്നത്, ഞങ്ങൾക്ക് ഇല്ലാതായി പോയത്. അവന് ഇനി ഞങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അവന് എത്രയും വലിയ ശിക്ഷ കൊടുക്കണം, അത്രയും വലിയ ശിക്ഷ കൊടുക്കണം. ജാമ്യം കിട്ടിയത് അവനൊരിക്കലും എൻ്റെ ഉമ്മ പോയില്ല. എൻ്റെ ഉമ്മ ആർക്ക് തിരിച്ചു കിട്ടത്തില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നാടെങ്ങും നബിദിനത്തിൻ്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും അലതല്ലുമ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് കാസർഗോഡ് നിന്ന് കേട്ടത്. ഒരു ഉമ്മ സ്വന്തം മകൻ്റെ കൈകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. നഫീസ എന്നു പേരുള്ള 62 വയസ്സുള്ള ഉമ്മയാണ് മകൻ്റെ കൈകൊണ്ട് ജീവനില്ലാതായത്രേ. ഒരു മൺവെട്ടി കൊണ്ട് ഈ ഉമ്മയെ തലക്കടിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ കാണുന്നത്. ഇത് കണ്ട് ബഹളം കണ്ടിട്ട് ഓടി വന്ന മൂത്ത മകൻ മജീദിനും സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഈ മജീദ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഞാൻ ഈ വാർത്ത കണ്ട് പടച്ച റബ്ബേ, നമ്മുടെ കൗമിൽ ഇങ്ങനെ മാതാവിനോട് നമ്മൾ എന്തുമാത്രം കടപ്പാടുകൾ ചെയ്യണം. മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് പഠിച്ചവരാണ് നമ്മൾ. അതും ഈ ഒരു മാസം റബീഉൽ അവ്വൽ മാസമാണ്. നോക്കുമ്പോൾ ഈ ഒരു കൃത്യം ചെയ്ത ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്. ഔദുബില്ലാ, മരിച്ചുപോയ ഉമ്മാക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഒരു ഉമ്മക്കും ഇതുപോലെ ഒരു അവസ്ഥ സംജാതമാവാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിലെ പലപ്പോഴും പല കേസുകളും മാതാവിനെ കൊലപ്പെടുത്തിയൊരു കേസുകൾ കഴിഞ്ഞ ഒരു 2 മാസം എടുത്ത് പരിശോധിച്ചാൽ 3 കേസുകളാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഈ 3 കേസിലും മദ്യപാനമായിരുന്നു കാരണം എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. പക്ഷേ ഇതൊരു മാനസിക വിഭ്രാന്തി, അതിൽ നമുക്കൊന്നും പറയാനില്ല. മാനസിക നില തെറ്റിയ ഒരാളുടെ ചെയ്തികൾ അതിന് നിയമമോ അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ട് ഉത്തരവാദിത്വം പോലും ഇല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ആ ഉമ്മ നൊന്ത് പ്രസവിച്ച മോന അതേ മകൻ്റെ കൈകൊണ്ട് തന്നെ ആ ജീവൻ ഇല്ലാതാവുമ്പോൾ ആ സമയത്ത് ഉമ്മ മകനക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാവും. കാരണം ആ ഉമ്മക്കറിയാലോ മകൻ്റെ അവസ്ഥ എന്ന്, ഇനി പടച്ചറബിനറിയാലോ. ഏതായാലും നമുക്ക് മാധ്യമങ്ങളിൽ അറിയാൻ കഴിഞ്ഞ ഒന്ന് ഇതാണ്. നമുക്ക് വല്ല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? 3 തരം ആരോഗ്യമുണ്ട്. ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായ ആരോഗ്യം. മറ്റൊന്ന് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ ഹെൽത്ത്, സാമൂഹികപരമായ ഒരു ആരോഗ്യം വേണം. നമ്മുടെ ചുറ്റുപാടും, നമ്മൾ പഠിക്കുന്ന രീതികൾ, നമ്മുടെ കുടുംബം, പശ്ചാത്തലം, ഇതൊക്കെ ഒരു ആരോഗ്യപരമാകുമ്പോഴേ നമുക്ക് നല്ല മെൻ്റൽ വളർച്ചയുണ്ടാവും. പിന്നെ നമ്മുടെ മാനസിക ആരോഗ്യം. ഈ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്ന ആളുകൾ പല രൂപങ്ങളിലുണ്ട്. നമ്മളതിന് മന്ത്രവും അല്ലെങ്കിൽ നേർച്ചയും മാത്രമാക്കി ചെലവാക്കിയാൽ പോരാ. കൃത്യമായുള്ള ചികിത്സകൾ നടത്തണം. ചികിത്സ നടത്തിയിട്ട് മാറിയാൽ പോലും അവരെ കുടുംബങ്ങൾ ഉൾക്കൊള്ളാത്ത കേസുകളുണ്ട്. ഏതായാലും ഈ ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ മാധ്യമങ്ങളിൽ അറിഞ്ഞത് ഈ രീതിയിലാണ്. ആ ഉമ്മയെ ഖബറടക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ഈ ആള് ആദൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് പറയുന്നത് അവനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു ഉമ്മയെ വളരെ ക്രൂരമായിട്ട് കൊല്ലം മൈനാഗപ്പള്ളിയിൽ കൊലപ്പെടുത്തിയല്ലോ. അജ്മൽ എന്നും ശ്രീകുട്ടി എന്നും പേര് ഒരു ഡോക്ടറും ഒരു സുഹൃത്തും കൂടിയിട്ട് ആ ഉമ്മയെക്കുറിച്ച് അറിയുന്ന വാക്കുകൾ, ഉമ്മ സ്വലാത്ത് ഗ്രൂപ്പിൽ അംഗമായിരുന്നു, ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്ന ഒരു പ്രകൃതമായിരുന്നു എന്നുള്ളതാണ് അവരുടെ മക്കൾ തന്നെ പറയുന്നു. ഞങ്ങൾക്ക് നഷ്ടം വന്നത് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കണം. ഞങ്ങൾക്കില്ലാതായിപ്പോയി. അവൻ രണ്ടാമതാ ചെയ്ത ദ്രോഹത്തിന് ഞങ്ങൾക്കില്ല. അവനാദ്യം അങ്ങനെ പോയായിരുന്നെങ്കിൽ ഒരു അപകടമായിട്ട് ഞങ്ങൾ കണ്ടേനെ. പക്ഷെ അവൻ രണ്ടാമതാ ചെയ്തതിന് ഞങ്ങൾക്ക് നഷ്ടം വന്നത്, ഞങ്ങൾക്ക് ഇല്ലാതായി പോയത്. അവന് ഇനി ഞങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അവന് എത്രയും വലിയ ശിക്ഷ കൊടുക്കണം, അത്രയും വലിയ ശിക്ഷ കൊടുക്കണം. ജാമ്യം കിട്ടിയത് അവനൊരിക്കലും എൻ്റെ ഉമ്മ പോയില്ല. എൻ്റെ ഉമ്മ ആർക്ക് തിരിച്ചു കിട്ടത്തില്ല. ഞങ്ങൾക്കല്ലേ ഇല്ലാതായത്. ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ്. ഇനി ആരുണ്ടെന്ന് പറഞ്ഞാലും അത്രത്തോളം ഞങ്ങൾക്ക് ആരും ഉണ്ടാവത്തില്ല. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ. ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ കേൾക്കുന്നത് ഇതിപ്പോൾ എന്താ പറയുക, വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയാണ്. ഈ ഒരു ഡോക്ടറുടെ അമ്മ ദുർമന്ത്രവാദിയാണ്. ദുർമന്ത്രവാദം ചെയ്തിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്താലും ഈ ദുർമന്ത്രവാദമൊന്നും സർക്കാരിന് ഏൽക്കില്ല. പക്ഷെ ഇവിടെ കിടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ ഒരു നാർക്കോട്ടിക് ജിഹാദാണ് എന്ന രീതിയിലുള്ളൊരു പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് അജ്മൽ മനഃപൂർവ്വം ശ്രീകുട്ടിയെ പെടുത്തിയതാണ്, ശ്രീകുട്ടി പാവാണ്,
ഒന്നാമത് അവളെ ഒരു കുതിരക്കാരൻ്റെ കൂടെ, വീട്ടിലെ പണിക്കാരനായ കുതിരക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയിട്ട് ഒരു കുഞ്ഞുമായിട്ട് വന്ന ഒരാളാണ്. അപ്പം തന്നെ ഉള്ള മൊറാലിറ്റി നമുക്ക് മനസ്സിലായി. അമ്മ ഒരു ദുർമന്ത്രവാദിയാണ്. തുള്ളലും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തർ ജോലിയാണ് വിചാരിക്കുക. എന്നിട്ട് ഭർത്താവിൻ്റെ കൂടെ കല്യാണം കഴിച്ച് വേറൊരുത്തൻ്റെ കൂടെ കല്യാണം കഴിച്ച് അതും സെറ്റപ്പായിട്ട് പോയില്ല. വെറും ലഹരിക്ക് അഡിക്റ്റാണ് അവർ. ആ ലഹരിക്ക് അഡിക്റ്റായിട്ട് വേറൊരു ലഹരിക്ക് അഡിക്റ്റായ ആളെ കൂടെ ചേർന്നത്, അതിനിപ്പോൾ ഒരു മതത്തിൻ്റെ മാനം കൊടുത്തേക്കാം. ആ രീതിയിലേക്കൊക്കെയാണ് ചർച്ചകൾ പോണത്. ഈ ശ്രീകുട്ടി ആൾക്കാരെ കയ്യിൽ നിന്ന് അടി കിട്ടുന്ന രംഗങ്ങൾ വന്നിട്ടുണ്ട്. ഇവരെ ഇടിച്ചിട്ട് ഈ കുഞ്ഞുമോളെ ഇടിച്ചിട്ട് കുഞ്ഞുമോളെ മരണം നടന്നിട്ട് ഇവർ വേറൊരു സ്ഥലത്ത് വണ്ടി പോയിട്ട് നിന്ന് അവിടെ നാട്ടുകാർ കൈകാര്യം ചെയ്തപ്പോൾ ഈ ശ്രീകുട്ടി ഓടിപ്പോയിട്ടൊരു വീട്ടിൽ കയറിയിട്ട് അവിടെ ബാത്റൂമിൽ കയറിയിരുന്നു. ആ ബാത്റൂമിൽ കയറിയിട്ട് എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറ്റി അവരാണ് പോലീസിനെ വിളിച്ചിട്ട് പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇവർ പക്കാ ക്രിമിനലാണ്. ഈ നോക്കിക്കോ, ഞാൻ പറയുന്നത് നിങ്ങൾ ഓർത്തു വെച്ചോ. ഈ ശ്രീകുട്ടി രക്ഷപ്പെടുത്തും. കാരണം ഇവരൊന്നും പ്രതിപട്ടികയിൽ വല്ലാതെ ഉണ്ടാവില്ല. ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇവരൊക്കെ സുഗമമായിട്ട് നടക്കും. എന്നിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഗൈനോക്കോളജിസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ശരിക്കും ഇവരെ മെഡിക്കൽ ബിരുദം തിരിച്ചു വാങ്ങാനുള്ള സംവിധാനം ഇതിൻ്റെ പേരിൽ ഇല്ല എന്നുള്ളതാണ്. ഇതൊരു മെഡിക്കൽ സംവിധാനത്തിൽ വന്നൊരു പിഴവല്ലാത്തതുകൊണ്ട് ഇവരുടെ ഡോക്ടർ പട്ടം തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അങ്ങനെ വാങ്ങണം എന്നുള്ളതാണ്. കാരണം ഇതുപോലെയുള്ളൊരു ലഹരിക്ക് അഡിക്റ്റായ ഒരാൾ ചികിത്സിക്കാൻ തുടങ്ങിയാൽ നാളെ കഞ്ചാവ് അടിച്ച് ചികിത്സിച്ചാൽ, നാളെ വല്ല ഡ്രഗ്സ് അഡിക്റ്റായിട്ട് ചികിത്സിച്ചാൽ അതും ഗൈനോക്കോളജിസ്റ്റാണ്. ആ കുഞ്ഞിൻ്റെ ഭാവി എന്താവും? ആ ഗർഭിണിയായ ഒരാളുടെ ഭാവി എന്താവും? ഇവർക്ക് ഡോക്ടറായിട്ട് നിൽക്കാനുള്ള എന്ത് നിയമപരമായ ആനുകൂല്യം ഉള്ളത്? എന്നിട്ട് ഇപ്പോൾ ഒരു നാർക്കോട്ടിക് ജിഹാദാണ് അത്രേ. അതായത് ഇവൻ മയക്കുമരുന്ന് കൊടുത്തിട്ട് അജ്മൽ ഇവളെ മയക്കിയതാണ്. ആദ്യമേ ഈ പെണ്ണിൻ്റെ സൗഹൃദ ബന്ധങ്ങളും ഈ പെണ്ണിൻ്റെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ മോശമാണ്. ഇതുപോലെ അടിക്കുന്ന ആളുകളാണ്. അവളുടെ കൂട്ടത്തിലേക്ക് ചേർന്നതാണ് അജ്മൽ. നമ്മൾ ചേരേണ്ടതല്ലേ ചേരുള്ളൂ. അത് ചേർന്നു. അവരിന്നിട്ട് ഭയങ്കര കാമുകന്മാരെ പോലെ സ്നേഹിച്ച് നടക്കരുത്. പാപ്പ അവളെ കൊണ്ട് പുതിയ കേസ് ഓടിപ്പിച്ച് കാണാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷം രൂപയും ഇത്ര സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ട്, എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ഇനി നോക്കിക്കോ, ഇത് വരാൻ പോകുന്നൊരു സംഗതി. ശ്രീകുട്ടി സുന്ദരമായിട്ട് രക്ഷപ്പെടും. അവൾ ശ്രീകുട്ടി ആയതുകൊണ്ട് നമ്മുടെ നിയമത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അവളൊരു പെണ്ണായതുകൊണ്ട് തുടക്കത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രക്ഷിക്കാവുന്ന ഒരു രീതിയിലേക്കൊക്കെയാണ് മാധ്യമങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത്. പക്ഷേ ജനങ്ങൾ ഇളകിയത് കൊണ്ടും ഓരോ ഫോട്ടോസുകളൊക്കെ മാധ്യമങ്ങൾ പറയാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടുമാണ് പിന്നെ മാധ്യമങ്ങൾക്കൊടുവിൽ ഇത് കൊടുക്കേണ്ടി വന്നത്. ആ ഒരു ഉമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്. ആ വാഹനാപകടം നടന്നപ്പോൾ അവർക്ക് ഒരു പക്ഷേ അത്ര വലിയ പരിക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ വീണ്ടും വണ്ടി ആ ശരീരത്തിൻ്റെ മേലെ കൂടെ കയറ്റിക്കൊണ്ടുപോയ ഒരു രംഗമുണ്ടല്ലോ, അത് കാണുമ്പോൾ ആ വീട്ടുകാരുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും ഒരു വേദന. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ ഒരുപാട് സ്വലാത്ത് ഗ്രൂപ്പുകളിലൊക്കെ അംഗമായത് കൊണ്ടാവും ആ നിമിഷം അവർ കൊല്ലപ്പെട്ടപ്പോൾ ഷഹീദിൻ്റെ കൂലി അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. അതും റബീഉൽ അവ്വൽ മാസം, പുണ്യമായ ഒരു മാസമാണ്. ആ ഒരു സമയത്ത് അതിനുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ആ പ്രതികളെ തക്കതായിട്ട് പിടിക്കാനും നാട്ടുകാരുടെ മുന്നിൽ അവരുടെ മുഖം വികൃതമാവാനും ശിക്ഷ ലഭിക്കുന്നത് ഇനി സർക്കാരിൻ്റെ കയ്യിൽ. പടച്ചോൻ്റെ ശിക്ഷ അത് കിട്ടുമായിരിക്കും. അത് അവിടെ നിന്ന് കിട്ടട്ടെ. അതൊക്കെ ജീവിതം കൊണ്ട് ആളുകൾ എവിടെ നോക്കിയാലും പറയും. അതൊരു പേരാണ്. ഈ ആ പാവം പെണ്ണിനെ കൊന്ന ഒരാളല്ലേ, ഈ എങ്ങനെയാണ് ഗുണം പിടിക്കാന്ന് ഒരാൾ പറയേണ്ടി വരുന്നൊരു സാഹചര്യം. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഐശ്വര്യം എന്താ പറയുക? ഒന്ന് മനസ്സമാധാനം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. ഇനി ഇത് രണ്ടും ഉണ്ടാവുമോ? ഇനി കാശൊക്കെ കൊടുത്തിട്ട് ഒതുക്കി തീർക്കാനും അല്ലെങ്കിൽ മറ്റു രീതിയിൽക്കൊക്കെ ഇതൊക്കെയാണ് ഈ കേസിന് ഇതിൽ വരിക. ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ഒടുവിൽ വരുന്നൊരു സംഭവമാണ്. ആദ്യത്തെ സമയങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ഭയങ്കര സംഭവമാണ്. പിന്നെ ഇവരിങ്ങനെ ഇതിന് വേണ്ടിയുള്ള കുറേ സെറ്റിൽമെൻറ്റ് ടീംസ് ഉണ്ട്. ആ ടീംസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പറയും, ഇതിപ്പോൾ ഇനി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിലെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഈ രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആ കേസ് ഇങ്ങനെ പതുക്കെ തേച്ചു മാച്ച് കളയും. അല്ല, അത്തരം ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും ഇവർക്ക് കൃത്യമായുള്ള അവരുടെ മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരാളെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വലിയൊരു തുക നിർബന്ധമായിട്ട് നഷ്ടപരിഹാരം വാങ്ങിക്കുകയും തക്കതായ ശിക്ഷ കൊടുക്കുകയും ലൈസൻസ് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ വേഗത്തിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും. ഏതായാലും ആ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതേപോടൊപ്പം നമ്മൾ ആ കാസർഗോഡത്തെ വിഷയം പറഞ്ഞല്ലോ, ആ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്തു. ഹബീബായ നബിയുടെ പേരായിരുന്നു, ആ ഒരു ഉത്തമമായ നാമമായിരുന്നു അതിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നത്. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ ഈ ഒരു നബിദിനൊക്കെ കഴിഞ്ഞ് നമ്മളതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ കഴിഞ്ഞിരിക്കുന്നൊരു സമയമാണ്. ഇന്നലെ ഒരു രാജ്യത്ത് ഈ പേജർ ഫോണുകളുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ
മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു രാജ്യത്ത് ഇസ്രയേൽ ഈ ഒരു മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് പേജറാണ് അവർ ഉപയോഗിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അങ്ങനെ ആ പേജർ ഒന്നിച്ചിട്ട് 300ഓളം പേജറുകൾ ഒന്നിച്ചിട്ട് ഒരേ നിമിഷം പൊട്ടിത്തെറിച്ചിട്ട് നിലവിൽ 8 പേര് മരിക്കുകയും 300ഓളം ആളുകൾ അതീവ ഗുരുതരമായിട്ട് പൊള്ളലും പരുക്കേറ്റ് കിടക്കുകയാണ്. അതിൽ അവിടുത്തെ മന്ത്രിമാരുടെയും MP-മാരുടെയും ഒക്കെ മക്കളുണ്ട്. എല്ലാവരും ഈ പേജർ ഉപയോഗിക്കുമ്പോഴാണ് ഒരേ നിമിഷം. ഇത് ഇസ്രായേലിൻ്റെ ഒരു ബുദ്ധിയാണ്, അവരുടെ ടെക്നിക്കാണ്. അവരിത് ഹാക്ക് ചെയ്തിട്ട് ഒരേ സമയം ഇത് പൊട്ടിത്തെറിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു കഴിവ്. ഏത് രാജ്യത്താണ് ഇങ്ങനെ പേജർ മുഴുവനും പൊട്ടിത്തെറിച്ചിട്ട് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അവിടുത്തെ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഒരു വിഭാഗം ആളുകൾ ഉപയോഗിക്കുന്ന പേജറാണ്. ഇസ്രായേലിൻ്റെ നവീനമായ ബുദ്ധിയാണ്. നമ്മൾ ഈ മുസ്ലിം രാജ്യങ്ങൾ അള്ളാഹു ഇസ്രായേലികൾക്ക് പ്രത്യേക ബുദ്ധി കൊടുത്തതല്ല, അള്ളാഹു അവർക്ക് ബുദ്ധി കൊടുത്ത് അനുഗ്രഹിച്ചതുമല്ല. അവർ പരമാവധി ടെക്നിക്കൽ കാര്യത്തിൽ അവരവരുടെ കഴിവുകൾ പ്രയോഗിക്കും. എത്രയോ മുസ്ലിം രാജ്യങ്ങളുണ്ട്, ഒരു നല്ല ആയുധങ്ങൾ കണ്ടെത്താൻ പോലും ഇവർക്ക് കഴിയില്ല. പരസ്പരം പോരടിക്കാനും തിന്നു മതിച്ച് പരസ്പരം കുറ്റപ്പെടുത്താനുമല്ലാതെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആഡംബരത്തിൽ 1ാം സ്ഥാനം നേടാനല്ലാതെ. ഇസ്രായേലിൽ നിങ്ങൾക്ക് വലിയ ആഡംബര കെട്ടിടങ്ങളൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അവർ നൂതനമായ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് എത്ര പ്രബലരായ അവരുടെ ശത്രുക്കളെയും അവർ കീഴ്പ്പെടുത്താൻ ശ്രമിക്കാൻ ഈ ഒരു ടെക്നിക്ക് ബുദ്ധി നമ്മൾ പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പേജർ ഇങ്ങനെ സ്ഫോടനം നടത്തിയിട്ട് ആളുകൾ മരണപ്പെട്ടത് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.